എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്നത്തെ ടോപ്പിക്ക് ഇന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ അൺഎക്സ്പ്രസ്ഡ് ഫീലിങ്സ് നിങ്ങൾക്ക് പരസ്പരം മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും തന്നെ സ്നേഹമുണ്ട് എന്നുള്ളത്, പക്ഷെ തുറന്ന് പറഞ്ഞിട്ടില്ല. അവരുടെ ഭാഗത്തു നിന്നും എന്താ പറയുക, വ്യക്തമായിട്ട് അവർ സംസാരിച്ചിട്ടില്ല നിങ്ങളുടെ അടുത്ത്. അങ്ങനെയാണെങ്കിൽ ആ ഫീലിങ്സ് എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഓർക്കുക, അതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക. ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായും കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ അൺഎക്സ്പ്രസ്ഡ് ഫീലിങ്സ് എന്താണ്. എൻ്റെ വ്യൂവേഴ്സിന് ഇഷ്ടമുള്ളൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ അൺഎക്സ്പ്രസ്ഡ് ഫീലിങ്സ് ഫോർ മൈ വ്യൂവേഴ്സ് എന്താണ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ അൺഎക്സ്പ്രസ്ഡ് ഫീലിങ്സ് ഫോർ മൈ വ്യൂവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ അൺഎക്സ്പ്രസ്ഡ് ഫീലിങ്സ് ഫോർ മൈ വ്യൂവേഴ്സ്. World, okay. 9 of Cups, Page of Cups, Ace of Swords, 6 of Wands, 8 of Wands, 10 of Cups, Devil, 7 of Wands, 4 of Cups, Page of Wands, Ace of Cups, okay, and 6 of Pentacles, okay. നിങ്ങളുടെ പേഴ്സൺ അറ്റ് പ്രസൻറ്റ് ലോങ് ഡിസ്റ്റൻസിലാണെന്ന് കാണുന്നു. ജോലി സംബന്ധമായിട്ടൊക്കെ ആയിരിക്കാം. അവർ ലോങ് ഡിസ്റ്റൻസിലാണ്, മറ്റൊരു സ്ഥലത്താണെന്ന് കാണുന്നു. പക്ഷേ ആ മറ്റൊരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് നിങ്ങളെ തീവ്രമായിട്ട് ഓർക്കുന്നതായിട്ടും മിസ്സിങ് എനർജിയിൽ ഇരിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. ഇവർ നിങ്ങളുടെ അടുത്ത് ഒന്നും പറയാതെ പോകേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ അകപ്പെട്ടു. ഓക്കെ, അതിൻ്റെ ഒരു വല്ലാത്ത വിഷമം അവർ ഫേസ് ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നു കേട്ടോ. നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് തന്നെയാണ്. അവർക്ക് ലൈഫിൽ മറ്റെന്ത് സൗഭാഗ്യങ്ങളുണ്ടെങ്കിലും അവർ പൊതുവെ ഹാപ്പിയാണ്. പക്ഷേ നിങ്ങളില്ലാത്തതിൻ്റെ കുറവ് അവർക്കെന്നും എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണമെന്ന് അവർ ആഗ്രഹിക്കേണ്ട ലോങ് ഡിസ്റ്റൻസിലുള്ളവർ, എസ്പെഷ്യലി ആരുടെങ്കിലും വഴി നിങ്ങളുടെ നമ്പറൊക്കെ സംഘടിപ്പിച്ചിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണം, നിങ്ങൾക്കൊരു കോൾ ചെയ്താൽ നിങ്ങൾ തെറ്റിദ്ധരിക്കുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അവർക്ക് നിങ്ങളിൽ നിന്നും ദൂരെ പോയപ്പോഴാണ് മനസ്സിലായത് നിങ്ങൾ അവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള വ്യക്തിയാണ് എന്നുള്ളത്. ഓക്കെ, ദിനം പ്രതിയുള്ള പ്രാർത്ഥനകളിൽ അവർ നിങ്ങൾക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അത് മാത്രമല്ല, എങ്ങനെയെങ്കിലും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കണം, അതിനൊരു വഴി ഡിവൈൻ കാണിച്ചു തരണം എന്നുള്ള രീതിയിൽ അവർ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും കൂടുതൽ ആയിട്ട് അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നത്. നിങ്ങളൊരു ഒബ്സഷൻ പോലെയാണ് അവർക്ക്. ഓക്കെ, നിങ്ങളെ അവരുടെ കുടുംബത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്നൊരു ഫീലിംഗ് ആണ് അവർക്ക്. അതായത് പ്രോപ്പറായിട്ടൊരു വിവാഹം തന്നെയാണ് അവരുടെ മനസ്സിൽ കേട്ടോ. ഒരു പ്രപ്പോസൽ വീട്ടുകാർ വഴി ആലോചിക്കാനായാലും നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ആദ്യം അറിഞ്ഞിട്ട് വേണം ആ ഒരു അപ്രോച്ച് ചെയ്യാൻ, എന്നിട്ട് വേണം അവരുടെ വീട്ടുകാരോട് സംസാരിക്കാൻ എന്നുള്ള നിലയ്ക്ക് അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളൊരു ഒബ്സഷൻ ആയിരിക്കുകയാണ് അവർക്ക്. എന്ന് വെച്ചാൽ നിങ്ങളെ വിട്ടുപോകാൻ അവർക്ക് സാധിക്കാത്ത, മാനസികമായിട്ട് ഒരു കട്ട് ഓഫ് അവർക്ക് സാധിക്കുന്നില്ല. ദൂരത്തേക്ക് പോയാൽ സാധിക്കുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് കാണും, പക്ഷെ അവർക്കതിന് സാധിക്കാത്തൊരവസ്ഥയാണ് കേട്ടോ. അതേപോലെ അവർ ഒരു വെയിറ്റിംഗ് പീരീഡിലാണ്, നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, നിങ്ങളുടെ സോഷ്യൽ മീഡിയ ആവട്ടെ അല്ലെങ്കിൽ മറ്റു സുഹൃത്തുക്കൾ വഴി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഇവർ കാര്യമായിട്ട് തന്നെ അന്വേഷിച്ച് കീപ്പ് ചെയ്യുന്നതായിട്ടും കാണുന്നു. ഓക്കെ, വല്ലാത്ത മിസ്സിങ് എനർജിയാണ്. കമ്മ്യൂണിക്കേഷൻ, നിങ്ങളൊരു മെസ്സേജ് അയക്കുമോ എന്നൊക്കെ ഉള്ളൊരാഗ്രഹവും അവർ കീപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ അവരെ കോണ്ടാക്റ്റ് ചെയ്യുമോ, അങ്ങനെ ഒരു ഭാഗ്യം അവർക്ക് കിട്ടുമോ എന്നൊക്കെയുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. വളരെയധികം സ്നേഹം മനസ്സിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓവർവെൽമിങ് രീതിയിലൊരു സ്നേഹമാണ് അവർ നിങ്ങൾക്കായിട്ട് മനസ്സിൽ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നു. സ്നേഹം തന്ന് സ്നേഹം കൈപ്പറ്റണം എന്നുള്ള തീവ്രമായ ആഗ്രഹത്തിലാണ് അവർ. ഓക്കെ, അതേപോലെ വേറെന്താണ്,
നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസിൽ നിങ്ങളെ സഹായിക്കണമെന്നും അവർ ആലോചിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് അവരുടെയും കൂടെ ആണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. ഓക്കെ, പറയാൻ പേടിച്ചിട്ടായിരിക്കും ഇവർ ഒന്നും പറയാതെ. നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് ഭയന്ന് നിങ്ങളുടെ അടുത്തുനിന്ന് ഒന്നും പറയാതെ സ്ഥലം മാറി പോവുകയോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് പോവുകയോ ചെയ്യേണ്ടുന്നൊരു സിറ്റുവേഷൻ വന്ന് അവർക്ക്. പക്ഷെ നിങ്ങളെ വിട്ടുപോകാൻ, മനസ്സിൽ നിന്ന് കളയാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നൊരവസ്ഥയാണ് അവിടെ കാണുന്നത് കേട്ടോ. അവരുടെ ജോലിയിലേക്കും ശ്രദ്ധിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫോട്ടോസ് ഇടുന്നത് അല്ലെങ്കിൽ നിങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, നിങ്ങൾക്ക് ജോലിയിൽ കിട്ടുന്ന അച്ചീവ്മെൻറ്റ്സ്, അതൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴി അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അവരതിലെല്ലാം ഒരുപാട് സന്തോഷിക്കുന്നുമുണ്ട് കേട്ടോ. അവരും അവരുടെ ജോലിയിൽ 100% കൊടുക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. വീണ്ടും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങളോട് അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്നവർക്ക് തോന്നാറുണ്ട്. വെറുതെ ഒരു സ്നേഹം അങ്ങനെ തോന്നിയതല്ല, അത് പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. അതുകൊണ്ടാണ് ഇത്ര തീവ്രമായിട്ട് അവർക്ക് ആ ഫീലിംഗ് വന്നത് എന്നും അവർ കരുതുന്നുണ്ട് കേട്ടോ. നിങ്ങളുമായിട്ടൊരു റീയൂണിയനാണ് അവരേറ്റവും അധികം ആഗ്രഹിക്കുന്നത്. ഒന്നും സാധിച്ചില്ലെങ്കിൽ ഒരു മെസ്സേജ് വഴിയെങ്കിലും നിങ്ങളുമായിട്ട് റീകണക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. നിങ്ങളുടെ പേഴ്സണായ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടുകൂടിയാണ് അവർ മനസ്സിൽ കല്ല് വെച്ചിട്ടായാലും ദൂരദേശത്തേക്ക് ജോലിക്കായിട്ട് പോയിരിക്കുന്നത്. അവർക്ക് ഇവരുടെ വീട്ടിലെ മൂത്ത മകനോ മകളോ അങ്ങനെയൊക്കെ ആയിരിക്കാം. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ഒരു റെസ്പോൺസിബിലിറ്റിക്ക് മുൻതൂക്കം വരുന്നതായിട്ട് കാണുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളൊരു വെയിറ്റിംഗ് പീരീഡിൽ ഇരുത്തേണ്ടതായിട്ടും നിങ്ങളോടൊന്നും പറയാതെ പോകേണ്ട സാഹചര്യം വന്നതായിട്ടും കാണുന്നത്. ഓക്കെ, ഇപ്പോൾ അവരുടെ ഫാമിലി ഒരുവിധം സ്റ്റേബിൾ ആയിട്ടുണ്ട്. ഫൈനാൻഷ്യലി ഒരുവിധം സ്റ്റെബിലിറ്റി കുടുംബത്തിന് കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വിവാഹം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ പറ്റിയാണല്ലോ ചിന്തിക്കുക. അപ്പോൾ അവർ ആലോചിക്കുന്നത് നിങ്ങളുടെ സമ്മതം അറിഞ്ഞതിന് ശേഷം അവരുടെ ഫാമിലിയുടെ അടുത്ത് പറഞ്ഞ് വേണ്ട വിധം നിങ്ങളുടെ വീട്ടിലേക്കോ ആരോടാണ് സംസാരിക്കേണ്ടതെന്ന് വെച്ചാൽ മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ പൊതുവെ ഹാപ്പിയാണ് ഇപ്പോൾ. അതേപോലെ നിങ്ങൾക്കായിട്ടൊരു ക്വിക്ക് ആക്ഷൻ എടുക്കണം എന്നും അവർ വളരെ കാര്യമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എത്ര എഫേർട്ട് ഇടാനും അവർ തയ്യാറാണ് എന്നും അവർ കരുതുന്നുണ്ട്. അവരുടെ ജോലിയിലേക്ക് അവർ 100% എന്താ പറയുക എഫേർട്ട്സ് ഇടുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. സാമ്പത്തികമായിട്ടും അവരിപ്പോൾ ഇത്തിരി സ്റ്റേബിളാണെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളെ എന്ത് ചെയ്തിട്ടും അവർക്ക് മറക്കാൻ സാധിക്കുന്നില്ല എന്നൊരു അവസ്ഥയാണ്. നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അവരുടെ മുന്നിൽ വീണ്ടും വീണ്ടും വരുന്ന ഒരവസ്ഥ മനസ്സിലായി. നിങ്ങളുടെ പേര് എവിടെയെങ്കിലും കാണുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരാളെ പരിചയപ്പെടുന്നു, അവരുടെ പേര് ചോദിച്ചാൽ നിങ്ങളുടെ പേരായിരിക്കും. ചുറ്റിനും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും കാണുന്നു. അങ്ങനെ ഒരു സ്ഥിതിയിലാണ് അവർ. ഓക്കെ, അതുകൊണ്ട് തന്നെ മൂവിങ് ഓൺ എന്ന് പറയുന്നത് അവർക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ അവരുടെ ലൈഫിലുള്ള എംപ്രസ് ആണ്. അതായത് നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻറ്റ് അവർക്ക് സാധ്യമല്ല. ഇവരെ കിട്ടിയില്ലെങ്കിൽ വേറെ ആരും വേണ്ട എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ലൈഫ് ലോങ് നിങ്ങളുടെ തുണ അവർക്ക് വേണം എന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം കേട്ടോ. ലാസ്റ്റ് കാർഡ്. ഇനി നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അതൊരു ഉറച്ച തീരുമാനവുമായിട്ടായിരിക്കണം എന്നും അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ ഒരു യൂണിഫോംഡ് ജോബിലൊക്കെ ആയിരിക്കാനും സാധ്യതയുണ്ട്. ജോലി സംബന്ധമായിട്ട് തന്നെയാണ് ഇവർ ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്നത്. ഓക്കെ, എനിക്കിവിടെ വേറെ തേർഡ് പാർട്ടി റിലേറ്റഡ് കാർഡൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് എനിക്ക് തോന്നുന്നു ഫൈനാൻഷ്യൽ ജഗ്ലിംഗ് കാരണം വിട്ട് നിൽക്കേണ്ടി വന്ന ആൾക്കാരുടെ എനർജിയാണെന്ന് കൂടുതലായിട്ടും കണക്റ്റ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർ ചിന്തിക്കുന്നത് ഇപ്പോൾ അവർക്ക് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ട്, അവരൊരുവിധം സെറ്റിൽഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇനി അവരുടെ വീട്ടുകാർ വഴി നിങ്ങളുടെ സമ്മതം ചോദിച്ചതിന് ശേഷം അവരുടെ വീട്ടുകാർ വഴി നിങ്ങളെ അപ്രോച്ച് ചെയ്ത് ഒരു വിവാഹത്തിലേക്ക് എത്തണം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടാണ്
കാണുന്നത് കേട്ടോ. അവരുടേത് ഒരു ഉറച്ച തീരുമാനം തന്നെയാണ്, നിങ്ങളുടെ സമ്മതത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് കാണുന്നത്. നിങ്ങൾക്കൊരു കോൾ മെസ്സേജ് അല്ലെങ്കിൽ നേരിട്ട് വന്ന് നിങ്ങളെ കാണാനുള്ള സാധ്യതയും അതിനുള്ളൊരാഗ്രഹം പറയാനുള്ള സാധ്യതയും അവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. ഇത്രയും മതി കേട്ടോ. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, പേഴ്സണൽ റീഡിങ് വേണ്ടവർ തീർച്ചയായും കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ വേറൊന്നുമില്ല. അപ്പോൾ ഉടനെ തന്നെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മൈ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.